ബാക്കി ആൾക്കാർക്ക് എവിടെ? എല്ലാവരും ഉണ്ട്. ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട്. മന്ത്രി എം ബി രാജേഷ്, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ, കോഴയാരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്യാൻകും? അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. കോഴയാരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്യാൻകും? ഹാഷ്മി പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. പച്ചക്കള്ളം പറഞ്ഞില്ല. പച്ചക്കള്ളം പറഞ്ഞില്ല. അനിൽകുമാർ സർ, മാഡം, താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്. അവിടെ നിൽക്കേ. അനിൽകുമാർ, മന്ത്രി മുഹമ്മദ് റിയാസിനും എം ബി രാജേഷിനും പിന്നാലെ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുകയാണ്. താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്. മിക്കവാറും ഇന്നും നായി നക്കും. താങ്കൾ പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറഞ്ഞു. താങ്കൾ ആ സബ്ജക്റ്റിനെ പറ്റി ഒന്ന് പറയൂ സാർ. എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്തിനാണ് ടൂറിസം വകുപ്പ് അതിൽ യോഗം വിളിക്കുന്നത്? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പിടയ്ക്കാതെ സാർ, നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കല്ലേ. നിങ്ങൾ ഇതിനെ പിടയ്ക്കുന്നത്, നിങ്ങൾ ഇതിനെ പിടയ്ക്കുന്നത്. പിടയ്ക്കാതെ അങ്ങോട്ട് കേൾക്ക്. താങ്കൾ പിടയ്ക്കാതെ പറ. ഞാൻ ചിരിച്ചു പോയനെ. അത് സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചാലേ ഇത് തോന്നുള്ളൂ. താങ്കൾ വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ടാണ് സാമാന്യ ബുദ്ധിയോട് മനസ്സിലാവാത്ത ചോദ്യം. പറഞ്ഞു പൂർത്തിയാക്കുവാങ്ങ്. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ബുദ്ധി വീട്ടിൽ വെച്ചിട്ടല്ലോ ഇരിക്കുന്നത് സാർ, ആണോ? മന്ത്രി പറയണ്ടേ? കേരളത്തിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? മന്ത്രി പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞോ? പറഞ്ഞു. ഞാൻ പറയട്ടെ ഹാഷ്മി, എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എന്നാ മന്ത്രിയുടെ ബൈറ്റ് ഒന്ന് കേൾപ്പിക്കും. ഇങ്ങനെ യോഗം നടന്നില്ല എന്ന് മന്ത്രി പറഞ്ഞ ബൈറ്റ് കേൾപ്പിക്കും. പ്രാഥമികമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞേ. പ്രാഥമികമായി പോലും ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ആദ്യം കേൾപ്പിച്ചായിരുന്നു. അത് നിങ്ങളുടെ വ്യാഖ്യാനം. എന്നെ വായിൽ പറഞ്ഞത്, എന്നെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് താങ്കൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവായി ഏതോ വഴിക്ക് പോയപ്പോൾ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. താങ്കൾ എന്നെ ഭർത്തിച്ചോളൂ, വ്യക്തിപരമായി ആക്രമിച്ചോളൂ, പക്ഷേ ചോദ്യത്തിന് മറുപടി വേണ്ടേ സാർ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അല്ല, നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? അങ്ങനെ മറുപടി ഇല്ല, അതുകൊണ്ടാണ്. ടൂറിസം ഡയറക്ടർ അല്ല, കേരളത്തിന്റെ ടൂറിസം ഡയറക്ടറാണ്. പണി നടക്കുകയല്ല കേട്ടോ, കേരളത്തിലെ ടൂറിസം സെക്രട്ടറി. ചേട്ടാ, ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു സാർ. സർക്കാർ അറിയാതെ, ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഡാഡിയുടെ മാനം കളിയോടാ. അത് ടൂറിസം വകുപ്പിന്റെ കഴിവുകേടാണ്. ഇത്ര വലിയൊരു യോഗം സർക്കാർ അറിയാതെ, വകുപ്പ് അറിയാതെ, മന്ത്രി അറിയാതെ ഡയറക്ടർ വിളിക്കാൻ അധികാരം കൊടുത്തു ആരാ? താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ.